രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, വിളക്ക് വെച്ചു, ശരണം വിളിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇന്ന് കുറച്ച് അമ്പലങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. മണ്ഡലവ്രതം ആരംഭിച്ച് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട് കഴിഞ്ഞാൽ മലയ്ക്ക് പോകുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ ഈ വൃശ്ചിക മാസത്തിലെ എല്ലാ അമ്പലങ്ങളും, അതായത് പോകാൻ പറ്റുന്ന വീടിന് ചുറ്റുവട്ടത്തൊക്കെയുള്ള കുറച്ച് അമ്പലങ്ങളൊക്കെ തൊഴാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളൊരു 6 മണിയൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആദ്യം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് അമ്പലങ്ങളാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം പോകുന്നത് വീടിനടുത്ത് തന്നെയുള്ള മണലിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് പോകുന്നത്. ഇന്ന് ആ അമ്പലത്തിൽ അഖണ്ഡനാമം നടക്കുകയാണ്. അപ്പോൾ ആദ്യം അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മുടെ തട്ടകത്തുള്ള, നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ദൂരെയുള്ള സ്ഥലത്തുള്ള അമ്പലങ്ങളൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അത്ര ദൂരെയുള്ള സ്ഥലത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പം ഞാനും ചേട്ടനും ലച്ചുമോളും കൂടെ ബൈക്കിനാണ് കേട്ടോ പോകുന്നത്. എനിക്ക് ഈ അമ്പലങ്ങളിൽ പോവുക, അവിടുത്തെ ഈ പുരാണ കഥകളും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു വലിയ വിശ്വാസി അങ്ങനെയൊന്നുമില്ല, പോകുന്നത് ഇഷ്ടമാണ്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് ഓവർ വിശ്വാസമുള്ള ആളുകൾ അങ്ങനെയൊന്നും, അങ്ങനത്തെ ഒരു ഗണത്തിൽ എന്നെ പെടുത്താൻ എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടമാണ് പോകാൻ, അത്ര തന്നെ. അപ്പോൾ അതേ നമ്മൾ അമ്പലത്തിൽ എത്താറായിട്ടുണ്ട്. ഈ ഒരു അമ്പലത്തിൽ പോകുന്നത് എനിക്കിഷ്ടമാണ്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉത്സവത്തിനൊക്കെ പോവാറുണ്ട്. അമ്പലങ്ങൾ മാത്രമല്ല കേട്ടോ, അമ്പലങ്ങളാണെങ്കിലും പള്ളികളാണെങ്കിലും അങ്ങനെ ഈ പഴയ കാല സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കാണുന്നതും അല്ലെങ്കിൽ അവിടേക്ക് പോകുന്നതൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം കേട്ടോ. ഈ പുതിയതായിട്ട് വന്നില്ല, അല്ലെങ്കിൽ മോഡേൺ സംഭവങ്ങൾ അത് എനിക്ക് അങ്ങോട്ടൊക്കെ പോകുന്നത്, അത് കാണുന്നതൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല. ഈ പഴമകളോട് കുറച്ചിഷ്ടം കൂടുതലാണ് എനിക്ക്. അപ്പോൾ ഇതേ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ അങ്കട്ടനാമം നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രസമാണ് കേട്ടോ ഇപ്പോൾ കാണാൻ. ലൈറ്റ്സും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ കുറച്ച് അകന്നാണ് അമ്പലം, റോഡിൽ നിന്ന് കുറച്ച് അകന്നിട്ടാണ് അമ്പലം ഉള്ളത്. അപ്പോൾ ഇതാണ് മണലിയാർക്കാവ് ഭഗവതി ക്ഷേത്രം. ഇതിപ്പോൾ വടക്കേ മണലിയാർക്കാവ് എന്നാണ് പറയുക, അതായത് നടുവട്ടം കാലടിത്തറയിലുള്ള വടക്കേ മണലിയാർക്കാവ്, മലപ്പുറം ജില്ലയിൽ. ഇതുപോലെ സ്രായിക്കടവ് വേറൊരു മണലിയാർക്കാവ് ഞാൻ കേട്ടിട്ടുണ്ട്, തെക്കേ മണലിയാർക്കാവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അഖണ്ഡനാമയജ്ഞാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കുറച്ച് നേരമൊക്കെ അതൊക്കെ നോക്കി. എനിക്കിഷ്ടമാണ് അതൊക്കെ കാണുന്നത്. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ അതൊക്കെ ഇങ്ങനെ കേട്ട് നിന്നു. ഇവിടുത്തെ അഖണ്ഡനാമത്തിന് ഭൂതനാഥ സദാനന്ദ എന്നുള്ള അയ്യപ്പൻ്റെ നാമമാണ് കേട്ടോ ചൊല്ലുന്നത് കേട്ടുള്ളത്. പല സ്ഥലത്തും പല നാമങ്ങൾ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മണലിയാർക്കാവ് നിന്ന് പിന്നീട് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ചമ്രമാണം ശിവക്ഷേത്രത്തിലാണ് കേട്ടോ വന്നത്. ഇവിടെയും അഖണ്ഡനാമം തുടങ്ങാറായിരിക്കണം. അടുത്ത ആഴ്ച ഞാൻ ഇവിടുത്തെ അഖണ്ഡനാമം തുടങ്ങും. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ശിവക്ഷേത്രമാണെന്ന് പറഞ്ഞല്ലോ, ഇവിടെ ശിവൻ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. അധികമായിട്ടും കിഴക്ക് ദർശനമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഭയങ്കര ദേഷ്യം, ഭയങ്കര എന്താ പറയുക, രൗദ്രഭാവത്തിലുള്ള ശിവനാണെന്നാണ് പറയുക ഈ പടിഞ്ഞാറ് ദർശനമായിട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ. അപ്പോൾ ഇവിടെയും അഖണ്ഡനാമത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചയാണ് ഇവിടുത്തെ അഖണ്ഡനാമം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി. ഇവിടെ ഉപദേവതകളായിട്ട് ഭഗവതിയും അയ്യപ്പനും ഉണ്ട്. അപ്പോൾ അയ്യപ്പൻ്റെ ആ ഒരു ചെറിയൊരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെയാണ് ഇവിടെ അഖണ്ഡനാമത്തിനുള്ള ആ ഒരു നാമജപമൊക്കെ ഉണ്ടായിരിക്കുക. അങ്ങനെ ഇവിടെയൊക്കെ തൊഴുതു കുറച്ച് സമയമൊക്കെ. ഇപ്പോഴാണ് ഇവിടെയൊക്കെ ഒന്ന് പുരോഗമനം ആയത് കേട്ടോ. ഇവിടെ താഴത്തൊക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ കല്ലൊക്കെ പതിപ്പിച്ചത്. ആദ്യം ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇവിടെ കുറച്ചൊക്കെ ഒന്ന് പുരോഗമനമായിട്ടുള്ളത്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പോയത് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇവിടെയും ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശിവനാണ്, തെക്ക് ദർശനമായിട്ടിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ 2 ശിവക്ഷേത്രം കൂടെ ഉണ്ട്, കിഴക്ക് ദർശനമായിട്ട് തന്നെ ഇരിക്കുന്ന 2 ക്ഷേത്രം കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ശുഗപുരം എന്നാണ്. ശുഗപുരം എന്നുള്ളത് പിന്നീട് വന്നതാണ്. ശരിക്കും ശിവപുരം എന്നാണ് പറയുക. ശിവപുരം, അതായത് ഈ ഒരു
ഏരിയയിൽ 3 ശിവക്ഷേത്രങ്ങൾ ഒരുമിച്ചാണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ചമ്രമാണം ക്ഷേത്രം, പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ശിവക്ഷേത്രം, പിന്നെ ഈ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ തന്നെ കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയുണ്ട്, പിന്നെ പുറത്ത് ഒരു കുഞ്ഞൊരു ക്ഷേത്രം കൂടെ ഉണ്ട് ശിവൻ്റെ. അങ്ങനെ 3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 3 ശിവക്ഷേത്രങ്ങൾ ഒത്തുകൂടിയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ശുഗപുരം. ശിവപുരം പിന്നീട് ശുഗപുരമായി എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ മുൻപേ പറഞ്ഞല്ലോ, എനിക്ക് ഈ പഴയ കാല അമ്പലങ്ങൾ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നത്, അവിടേക്ക് പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ദക്ഷിണാമൂർത്തി ക്ഷേത്രം ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഇവിടുത്തെ ഈ ഒരു സ്ഥലമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നീട് അവിടുന്ന് ഞങ്ങൾ പോയത് കുളങ്കര ഭഗവതി ക്ഷേത്രമാണ്. ഇവിടുത്തെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഉത്സവമൊക്കെ അതിഗംഭീരമാണ് കേട്ടോ. ഇവിടുത്തെ ഉത്സവം ജനുവരിയിലാണ്. ഇവിടുത്തെ മകരത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇവിടുത്തെ ഉത്സവം ഉണ്ടാവുക, കുളങ്കര ദേവീക്ഷേത്രത്തിലുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ. അതായത് മണലിയർക്കാവ് ക്ഷേത്രം, ചമ്രമാണം ക്ഷേത്രം, ദക്ഷിണാമൂർത്തി ക്ഷേത്രം, അതുപോലെ ദക്ഷിണാമൂർത്തിയിൽ തന്നെ വേറൊരു ശിവൻ്റെ ക്ഷേത്രം കൂടെ ഉണ്ട്, പക്ഷേ പൊതുവേ ദക്ഷിണാമൂർത്തി ക്ഷേത്രം എന്നാണ് പറയുക. പിന്നെ നമ്മുടെ കുളങ്കര ക്ഷേത്രം കൂടെ. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇത്രയും അമ്പലങ്ങളൊക്കെ തൊഴുത് ഇറങ്ങി. ഇപ്പോൾ ഇതേ വിശപ്പ് തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചാൽ പെടപ്പാൾ എന്നുള്ള ഗോവിന്ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. എനിക്കിവിടുത്തെ മസാല ദോശ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ലച്ചു നെയ് റോസ്റ്റ് കഴിച്ചു, ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ വേറെ അമ്പലങ്ങൾക്കൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ അമ്പലങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നേരെ പോയത് ഗരുഡൻകാവ് അമ്പലത്തിലാണ് പോയത്. ഗരുഡൻകാവ് ക്ഷേത്രത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചമ്രവട്ടം പാലം, പെടപ്പാളം നമ്മൾ ചമ്രവട്ടം പാലം വഴി അങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് ഒത്തിരി ദൂരമാണ് കുറ്റിപ്പുറത്തൂടെ പോകുമ്പോൾ. അപ്പോൾ അതേ ഞങ്ങൾ ചമ്രവട്ടം പാലം വഴിയാണ് പോകുന്നത്. അപ്പോൾ ചമ്രവട്ടം നിന്ന് എളുപ്പമാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾ ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ അതേ ഗരുഡൻകാവ് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരേ ഒരു ഗരുഡക്ഷേത്രമാണുള്ളത്. അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം അല്ലേ. ഈ ക്ഷേത്രത്തിന് 1800 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതുപോലെ സർപ്പദോഷം, സർപ്പശാപം, പിന്നെ ഒരുപാട് അസുഖങ്ങൾ, രോഗങ്ങൾ, ഇതൊക്കെ ശമനം വരും ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ വഴിപാടുകൾ ചെയ്താൽ എന്നൊക്കെ ഉള്ള ഐതിഹ്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് കഥകളുണ്ട്, നല്ല രസമുള്ള കഥകളൊക്കെ ഉണ്ട് ഈ ഒരു അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള. പിന്നെ ഈ വൃശ്ചിക മാസത്തിലെ ഞായറാഴ്ച, പൊതുവേ ഞായറാഴ്ചകളാണ് ഗരുഡൻകാവ് ക്ഷേത്രത്തിന് പ്രാധാന്യമുള്ളത്. വൃശ്ചികത്തിലെ ഈ 41 ദിവസം പ്രധാനമാണ്, വൃശ്ചികത്തിലെ ഞായറാഴ്ചകൾക്ക് അതിപ്രധാനമാണ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ നിന്ന് പായസം മേടിച്ചിട്ടുണ്ടാകും കേട്ടോ. മഞ്ഞപ്പായസമാണ്, മഞ്ഞൾ ചേർത്തിട്ടുള്ള പായസമാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇത് അത്യാവശ്യം മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയതിൽ ഏറ്റവും തിരക്ക് ഗരുഡൻകാവിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിത് അവിടെയൊക്കെ തൊഴുതു, അത്യാവശ്യം വഴിപാടുകളൊക്കെ ചെയ്യാണ്ടായിരുന്നൊക്കെ ചെയ്തു. എല്ലായിടത്തും നന്നായി നടന്ന് കണ്ടു. ലച്ചു 2ാം തവണ എങ്ങാനാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ലച്ചുവിന് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഈ നാഗങ്ങളുടെ ഒക്കെ പ്രതിമകളൊക്കെ അവൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു അതൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഇതേ അവിടെ നിന്നൊക്കെ തൊഴുതു. അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് പിന്നീട് ഞങ്ങൾ പോയത്, ഇവിടെ നിന്ന് അധിക ദൂരമില്ല, പിന്നീട് പോയത് ഹനുമാൻകാവ് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനാണെങ്കിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഹനുമാൻ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, രാമായണ കഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സീതേനെ അന്വേഷിച്ച് ഹനുമാൻ ലങ്കയിലേക്ക് പോകുമ്പോൾ ലങ്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ശ്രീരാമൻ ഹനുമാന് കൊടുത്തത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും കുട്ടികളൊക്കെ ഓടി വന്ന് ചാടുന്നത്. കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയവരൊക്കെ ചാടും ഇതുപോലെ. ഇതിനൊരു അർത്ഥം എന്താണെന്ന് വെച്ചെങ്കിൽ, ഹനുമാൻ ഇവിടെ നിന്നാണ് ലങ്കയിലേക്ക് ചാടിയത് എന്നാണ് പറയുന്നത്, അല്ലെ വിശ്വാസം അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശ്വാസപ്രകാരം ആളുകൾ ഇങ്ങനെ നിന്ന് ചാടും. അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ അത്. അങ്ങനെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും ഗരുഡൻകാവിൻ്റെ അത്ര തിരക്ക് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നട അടയ്ക്കുന്ന ആ ഒരു സമയത്താണ് എത്തിയത്. അപ്പോൾ പിന്നെ ഉള്ളിൽ കയറാൻ വേണ്ടി കുറച്ചധികം സമയം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് നന്നായി തൊഴാനൊക്കെ വേണ്ടി പറ്റി. അത്യാവശ്യം കുറച്ച് സമയമൊക്കെ ക്യൂവിൽ നിന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത്രയും തിരക്ക് ഈ മണ്ഡലകാലം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഇനി ഇതുപോലെ കർക്കിടക മാസത്തിലും നല്ല തിരക്കായിരിക്കും. പിന്നെ വിശേഷാൽ ദിവസങ്ങളുണ്ട്, അപ്പോഴൊക്കെ ഇവിടെ തിരക്ക് കാണാൻ
കാണാറുള്ളൂ. പൊതുവേ എല്ലായ്പ്പോഴും ഇവിടെ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ തൊഴുതിറങ്ങി. ഹനുമാൻ കാവുന്ന് പിന്നീട് നമ്മൾ പോയത് തൃപ്രങ്ങോട്ട് ശിവൻ്റെ അമ്പലത്തേക്കാണ്. തൃപ്രങ്ങോട്ടേക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. അങ്ങനെ അവിടെയും തൊഴുതു. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി തൃപ്രങ്ങോട്ടപ്പനെയും തൊഴുത് കഴിഞ്ഞ് അവസാനം നമ്മൾ പോയത് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലാണ് പോയത്. ഭാരതപ്പുഴയെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രത്തിന് 400 വർഷത്തിലേറെ പഴക്കം ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. മഴക്കാലത്ത് ഭാരതപ്പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഈ ഒരു ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങും. ഈ വിഗ്രഹമൊക്കെ വെള്ളത്തിൽ മുങ്ങുമ്പോഴാണ് ഇവിടെ ആറാട്ട് നടക്കുക എന്നാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ സ്വാമികളുടെ തിരക്ക് ഭയങ്കരമാണ്. ചില സ്വാമിമാരൊക്കെ ഇപ്പോഴേ കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകുന്നുണ്ട്, ഇവിടെ നിന്ന് തന്നെ കെട്ടുനിറച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിലേക്ക് വരാൻ താഴെ പുഴയിലൂടെ ഇറങ്ങിയിട്ടും വരാം, മേലൊരു ചെറിയൊരു പാലമുണ്ട്, അതിലൂടെ വരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ അമ്പലത്തിലേക്ക് വന്നുകൊണ്ട് തന്നെ നല്ല ചൂടാണ്, കാലൊന്നും നിലത്ത് വയ്ക്കാൻ പറ്റില്ല, മണലൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മേലെ നമ്മൾ ചെരുപ്പിടാതെ ആ ഒരു ഇരുമ്പ് പാലത്തിൻ്റെ മേലൂടെ നടക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂടും പൊള്ളലും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഈ വെള്ളത്തിലൂടെ നടക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. അലച്ചു ഒരുപാട് സമയം ആ വെള്ളത്തിലൊക്കെ നിന്ന് കളിച്ചു. ഞങ്ങളും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നിന്ന് നല്ല രസമായിരുന്നു കേട്ടോ, നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് അത്ര ആഴമില്ല, ആരും പാലത്തിൻ്റെ മുകളിലൂടെ പോകണില്ല, എല്ലാവരും വെള്ളത്തിലൂടെ തന്നെ നടക്കുന്നത്. കുറച്ച് സമയമൊക്കെ അങ്ങനെ വെള്ളത്തിൽ നിന്നു. പിന്നെ ലച്ചു വെള്ളത്തിൽ നിന്ന് കയറാനേ ഒരുക്കം ഉണ്ടായിരുന്നില്ല, അവളോട് എത്ര പറഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല. അങ്ങനെ കുറേ നേരം ലേറ്റായി. അങ്ങനെ പിന്നീട് നമ്മളിത് എല്ലാ അമ്പലത്തിലും നമ്മൾ തൊഴുത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. ചമ്രവട്ടം പാലം വഴി തന്നെ നമ്മൾ തിരിച്ചു പോകണം. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിൽ പോയിട്ട് ഇനി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ലേ, ഫസ്റ്റ് പോയ അമ്പലം മണലിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണല്ലോ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അഖണ്ഡനാമം നടക്കുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് അമ്പലത്തിലുണ്ട്, ഇന്ന് അന്നദാനം നടക്കുന്നുണ്ട് അവിടെ. എനിക്ക് ഈ അമ്പലത്തിലെ സദ്യ കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവിടുത്തെ ഉപ്പേരി പപ്പടം സാമ്പാറെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ നല്ലൊരു അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം അഖണ്ഡനാമം അവരുടെ നാമജപമൊക്കെ കുറച്ച് നേരം കേട്ടിട്ട് അങ്ങനെ തന്നെ അവിടെ ഇരുന്നു. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുമ്പോൾ ബൈ.